ഇറാനിൽ അവശേഷിച്ച നേതാക്കളെ കൂടി വധിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ ഈ അവകാശവാദം ഉന്നയിച്ച് 12 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ബഹ്റൈനിലടക്കം ഖത്തറിലടക്കം രൂക്ഷമായ ആക്രമണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ട്രംപിൻ്റെ അവകാശവാദങ്ങൾ ഓരോന്ന് കഴിയുമ്പോഴും ആക്രമണവും യുദ്ധവും രൂക്ഷമാവുന്നതല്ലാതെ ഇറാൻ പരാജയപ്പെടുകയും അമേരിക്ക വിജയിക്കുക അല്ലല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക വിജയിക്കുകയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ ഞാൻ മുൻപും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ആരെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ ചെയ്യുന്ന യുദ്ധമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ തുടക്കം അങ്ങനെ ആയിരിക്കാം. ഇപ്പോൾ ഇത് വേൾഡ് ഇക്കോണമിക്കെതിരായുള്ളൊരു യുദ്ധം, ലോക സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നൊരു യുദ്ധമാണ്. ഇപ്പോൾ ട്രംപ് അവകാശവാദം ഉന്നയിച്ച് ശരിയായിരിക്കാം, കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ടാവും, സത്യമായിരിക്കും. പക്ഷെ എന്ന് വെച്ചിട്ട് ഒരു രാജ്യം നശിച്ചു എന്ന് അർത്ഥമില്ല. കാരണം അവർ ഈ നമ്മുടെ അവരുടെ റെവല്യൂഷണറി ഗാർഡ്സ് IRGCക്കാരെന്ന് പറഞ്ഞാൽ അനവധി ബറ്റാലിയൻസ് ആയിട്ടുണ്ട് അവർ തിരിച്ചിരിക്കുകയാണ്. ഘടകങ്ങളായിട്ട് 34 ഘടകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലത്ത് ക്ഷീണം ഉണ്ടാകുമ്പോൾ വേറെ സ്ഥലത്ത് നമുക്ക് തിരിച്ചടിക്കാൻ പറ്റും. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ GCC കൺട്രീസാണ്. കാരണം ഒരു ചെറിയ കടലിൻ്റെ അപ്പുറം കിടക്കുന്നവരാണ്. അവർക്ക് മിസൈൽ, ഇവർക്ക് ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കാമെങ്കിൽ അത് ജോർഡാൻ്റെ മുകളിൽ കൂടെ വേണം പോകാനായിട്ട്. കോമൺ ബോർഡറില്ല. ഇത് ജസ്റ്റ് ഒരു കടലിൻ്റെ അപ്പുറത്തേക്ക് അയക്കാനായിട്ട് അവർക്ക് പ്രയാസമില്ല. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ട്രംപിനെ സംബന്ധിച്ച് യുദ്ധം ജയിക്കാമെന്ന് പറയാൻ പറ്റില്ല. ഇനി കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കരയുദ്ധത്തിൻ്റെ ഉള്ള സാധ്യത. അങ്ങനെ വേണം ഈ ആർമി ഇറക്കണം. പക്ഷെ ആർമി ഇറക്കാന്ന് പറഞ്ഞാൽ കാഷ്വാലിറ്റി ഹെവി ആയിരിക്കും. അത് അമേരിക്കൻ ജനത അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അത് ട്രംപിന് അഗെയിൻ വലിയ ക്ഷീണം ഉണ്ടാക്കും. അമേരിക്കയിലെ ജനവികാരം അതിനെതിരായിട്ട് ഒരാളുടെ ഡെഡ് ബോഡി പോലും കാണാനും അവർ ഇഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ചെയ്യാവുന്നത് മുൻപും ചെയ്യാമായിരുന്നു, ഇപ്പോഴും ചെയ്യാവുന്നതാണ്. ഞങ്ങളിപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ വധിച്ചു, അവരുടെ ഇൻസ്റ്റലേഷൻസൊക്കെ നശിപ്പിച്ചു, കൊണ്ട് ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ്. അതല്ലെങ്കിൽ ഇത് ഇസ്രായേലിന് ഹെവി ലോസ് ഉണ്ടാക്കും. ഇസ്രായേലിനെ സംബന്ധിച്ചാണ് ഇവരും മിസൈൽ കാര്യങ്ങളിൽ ഇവർ മോശക്കാരല്ല. ഇവർക്കും ടർക്കി വഴി ചൈനയോടോ അല്ലെങ്കിൽ റഷ്യയോടോ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ നോഹവോ അല്ലെങ്കിൽ സാധനങ്ങളോ അവരുടെ കയ്യിലുണ്ടാവാം. അവർ മോശക്കാരല്ല. അപ്പോൾ ഇസ്രായേലിനും ധാരാളം നാശനഷ്ടങ്ങൾ. ഇസ്രായേൽ ചെറിയൊരു രാജ്യമാണ്, ചെറിയ ജനസംഖ്യയാണ്. അപ്പോൾ ഇസ്രായേലിനും കൂടുതൽ നാശം ഉണ്ടാവും. കൂടാതെ ലോക ഇക്കോണമി അത് ശക്തമായി വളരെ മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ട് അമേരിക്ക ഒരു ജയിക്കുന്ന യുദ്ധമാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ആയുധങ്ങളുടെ ശേഷി, മാരകമായിട്ടുള്ള ശേഷിയുള്ള ആയുധങ്ങൾ ഇറാൻ ഇതുവരെയും പുറത്തെടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അവർ അവസാനത്തേക്ക് അത് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഉപയോഗത്തിൻ്റെ തുടക്കം ഇപ്പോൾ ആയിരിക്കുന്നു. അതുകൊണ്ടാണ് അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ F-35 അടക്കം തകർന്നു വീണത് അത് പ്രയോഗിച്ചത് കൊണ്ടാണെന്ന് പറയുന്നു. പക്ഷേ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആയുധശേഷി ഗണ്യമായി കുറയുന്നു എന്നും പറയുന്നുണ്ട്. അതായത് ആയുധങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് ഇവർ ചെന്നെത്തുമെന്ന് പറയും. അങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇറാൻ ജയിച്ചേക്കുമോ? അമേരിക്കയുടെ ആയുധശേഷി പെട്ടെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വെച്ചാൽ അവരൊരു ഇറാൻ എന്നുള്ളൊരു എനിമിയെ ഉദ്ദേശിച്ചിട്ടല്ലല്ലോ അവരുടെ ആയുധ സംഭരണം എന്ന് പറഞ്ഞാൽ. അവരെല്ലാ കാലത്തും ചൈനയോ അല്ലെങ്കിൽ റഷ്യയോ ഒക്കെ പൊട്ടൻഷ്യൽ എനിമീസായിട്ട് കാണുന്നവർ, പക്ഷേ ഭാരതത്തിനെ കാണുന്നുണ്ടാവാം പൊട്ടൻഷ്യൽ എനിമിയായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ലോകത്തിലുള്ള വൻ ശക്തികളോട് ഏറ്റുമുട്ടാനുള്ള സംഭരണം അവർക്കുണ്ടാവും. അപ്പോൾ സംഭരണം പെട്ടെന്ന് തീരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ മിലിറ്ററി ലോജിസ്റ്റിക്സിൽ ചില കാര്യങ്ങളുണ്ട്. ഈ എല്ലാം എടുത്തിട്ട് ഒരു രാജ്യത്തിന് നേരെ പ്രയോഗിക്കാൻ അവർ ചിലപ്പോൾ പോവില്ല. അപ്പോൾ മിഡിൽ ഈസ്റ്റിന് വേണ്ടി അവർ അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു സംഭരണം ഉണ്ടെങ്കിൽ അതിൻ്റെ ശേഷി കുറയാം. അത് പറഞ്ഞാൽ അവർ മറ്റു സ്ഥലത്തുനിന്ന് മറ്റു ഭാഗത്തേക്ക് അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെ വേണ്ടി വരും. ഇറാനെ സംബന്ധിച്ച് അവരുടെ ഇപ്പോഴും തീർന്നിട്ട് അവരുടെ ആയുധ ശക്തി എത്രയാണെന്ന് ഇപ്പോഴും ആരും ഗേജ് ചെയ്തിട്ടില്ല, അസർട്ടൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അതൊരു ജനാധിപത്യ രാജ്യമൊന്നും അല്ലാത്തതുകൊണ്ട് എളുപ്പമല്ല അത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ആ സാർക്ക് അവർക്ക് ടർക്കി വഴി അവർ ആരുടെയൊക്കെ സഹായം അവർക്ക് റഷ്യയുടെ ചൈനയുടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതൊരു പെട്ടെന്ന് തീരുന്നൊരു യുദ്ധമല്ല. അത് അമേരിക്ക എത്രയും വേഗം അതിൽ നിന്ന് ഒഴിയാൻ എന്താ വഴിയെന്ന് അവർ അന്വേഷിക്കുന്നത് അവർക്ക് നല്ലത്. അവർക്കും ഇസ്രായേലിനും ലോക സമാധാനത്തിനും ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും നല്ലത്. ഇതിപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ
അത് ഒരു രൂക്ഷമായ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ഇന്ധനത്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ ഇന്ധനത്തിൻ്റെ ലഭ്യതയിലാണ് ലോകം പെട്ടിരിക്കുന്നത്. ഇത് ആഗോളമായിട്ടൊരു മാന്ദ്യത്തിലേക്കോ സാമ്പത്തിക വിപത്തിലേക്കോ ഒക്കെ ചെന്നെത്തിക്കില്ലേ? എത്തുമല്ലോ, തീർച്ചയായിട്ടും എത്തും. ഇപ്പോൾ 70s-ലെ 74-ലെ ആ വാറ്, മിഡിൽ ഈസ്റ്റ് വാർ, 73-74 ആ കാലത്ത്, ആ വാറിലോടുകൂടിയല്ലേ പെട്ടെന്ന് ക്രൂഡിൻ്റെ വില കൂടുന്നത്. പെട്ടെന്ന് ആകാശത്തേക്ക് ഉയരുന്ന പോലെ പോകുമായിരുന്നു. ആ സമയത്ത് ഇക്കോണമിയെ ബാധിച്ചിട്ടുണ്ട് വേൾഡ് വൈഡായിട്ട്. ഇതും ഇപ്പോൾ നമ്മൾ 2008-ൽ ഉണ്ടായിരുന്ന ആ മാന്ദ്യം, 2008-9 കാലത്ത് ഒരു മാന്ദ്യം ഉണ്ടായി. ആ മാന്ദ്യത്തിന് തുല്യമായിട്ട് ഇങ്ങനെ പോവുകയാണ്. കാരണം ഈ പെട്രോളിയം പ്രൊഡക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ജീവിതചര്യ അല്ലെങ്കിൽ ലോക വ്യവസ്ഥയാണ് നിലവിലുള്ളത്. നമ്മൾ വാഹനങ്ങളിലേക്ക് കുറേ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ വന്നിട്ടുണ്ടാവാം, പക്ഷേ കുക്കിംഗ് ഗ്യാസ് അതുപോലത്തെ പല കാര്യങ്ങൾ, പിന്നെ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ എത്ര പെർസെൻറ്റേജ് വെച്ച് എത്ര കുറവാണ്. പിന്നെ അനവധി ഫാക്ടറീസ് നടക്കുന്ന സമയത്ത് അതിന് ഇന്ധനം വേണം. അപ്പോൾ ലോകത്തിനൊരു സ്റ്റാൻഡ് സ്റ്റില്ലെത്തിക്കും ഇന്ധനത്തിൻ്റെ മൂവ്മെൻറ്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ. അമേരിക്ക ഒരു പക്ഷേ കുറേ രക്ഷപ്പെടും, കാരണം വെനിസ്വേല കയ്യിലുണ്ട് അവർക്ക്, പിന്നെ അവരുടെ സ്വന്തം ഓയിലുണ്ട്. റഷ്യയും കുറേയൊക്കെ പിടിച്ചു വെക്കും. പക്ഷേ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾക്ക് അത് എളുപ്പമല്ല. ഇമ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെയാണ് ഇന്ത്യയും ചൈനയും. അതെ, ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം ഇതൊരു ലോകയുദ്ധത്തിലേക്ക് ചെന്നെത്തുമോ ഇല്ലേ എന്ന് ഇപ്പോൾ പ്രവചിക്കാനാവില്ലല്ലോ. ലോകയുദ്ധത്തിലേക്ക് പ്രവചിക്കാൻ പറ്റില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ സാധാരണ ഇതിലൊരു തേർഡ് വേൾഡ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ആരും ആഗ്രഹിക്കുന്നതല്ല. എല്ലാവരും ഇങ്ങനെ പറയുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു അറ്റോമിക് ബോംബിങ്ങിലേക്ക് എങ്ങാനും പോയി കഴിഞ്ഞാൽ ലോകം ബാക്കി ഉണ്ടാവില്ല. ഇപ്പോൾ ഇറാൻ ടെഹ്റാനിലേക്ക് അങ്ങനെ ഇടുമെന്ന് UN-ലെ ഒരു ഉദ്യോഗസ്ഥൻ, സഫ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇടയ്ക്ക് വെളിപ്പെടുത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ അമേരിക്ക അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് യുദ്ധം അവസാനിക്കുന്നില്ല, ഏത് വില കൊടുത്തും യുദ്ധം തീർത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ട്രംപ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെഹ്റാനിൽ കൊണ്ടുവന്നൊരു അണുബോംബ് ഇടും എന്നൊരു കാര്യം വന്നാൽ എന്താവും അവസ്ഥ? മഹാമോശമായിരിക്കും. കാരണം അതിൻ്റെ പ്രസരം ടെഹ്റാനിൽ ഒതുങ്ങില്ലാതെ അത് പഴയ ചെർണോബിൽ അത് യുദ്ധമൊന്നുമല്ല, അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ്. റഷ്യയുടെ ചെർണോബിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ പ്രസരണം അങ്ങ് സ്വീഡൻ, ഓസ്ലോ പോലത്തെ സ്വീഡൻ, നോർവേ പോലത്തെ രാജ്യങ്ങൾ വരെ ചെന്നു. ആ കാലത്ത് ഞാൻ ഇന്നും ഓർക്കുന്നു, ഇമ്പോർട്ട് ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾക്കൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടിയിരുന്നു. വികരണമില്ലാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. എസ്പെഷ്യലി യൂറോപ്യൻ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക്. കടലിലെ ആൾക്കാർക്ക് മീൻ പിടിക്കാൻ പേടിയുണ്ടായിരുന്നൊരു കാലം അത്. കാരണം അതിന് പ്രസരമായിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. പിന്നെ അതിൽ മറുവശമുണ്ട്. മറുവശം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ ഹിരോഷിമ നാഗസാക്കിയിൽ നടന്ന ആറ്റോമിക് ബോംബിങ് എന്ന് പറഞ്ഞാൽ, ന്യൂക്ലിയർ ബോംബിങ് എന്ന് പറഞ്ഞാൽ അതിലെ ഏറ്റവും ആദ്യത്തെ സമ്പ്രദായമാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു സ്ഥലത്ത് ചെന്നിട്ട് അതിൻ്റെ ഇങ്ങനെ വ്യാപകമായിട്ട് വരും. പക്ഷേ മോഡേൺ ടെക്നോളജിയിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഒരു ബിൽഡിങ്ങിനെ മാത്രം ബാധിക്കുന്ന രൂപത്തിൽ പോലും ചെയ്യാവുന്ന തരത്തിലുള്ള മിസൈൽസ് ഉണ്ട് ഇത്രേ. മുഴുവൻ രാജ്യത്തിനെ ഒന്നും ബാധിക്കണമെന്നില്ല, അല്ലെങ്കിൽ മുഴുവൻ സിറ്റിയെ ബാധിക്കണമെന്നില്ല, മുഴുവൻ വില്ലേജിനെ ബാധിക്കണമെന്നില്ല. അത് പല രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. അതൊരു വശമാണ്. പക്ഷേ ഇതെല്ലാം ആണെങ്കിലും അറ്റോമിക് വാർ ഹെഡ്സ് ഉപയോഗിച്ചുകൊണ്ടൊരു യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് നല്ലതല്ല. അതൊരു തേർഡ് വേൾഡ് വാർ ആരും ആഗ്രഹിക്കില്ല, ഒരു രാജ്യം ആഗ്രഹിക്കില്ല. പക്ഷേ ഇപ്പോൾ ഇറാന് മേൽ അങ്ങനെ ഒരു ആക്രമണം നടത്തിയ റഷ്യ ഇടപെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യൂറോപ്യൻ യൂണിയൻ ഇടപെടേണ്ടി വരും. യൂറോപ്യൻ യൂണിയൻ ഇടപെടുമ്പോൾ പിന്നെ ചൈന ഇറങ്ങും. അപ്പോൾ ഇങ്ങനൊരു തുടർ യുദ്ധം, വ്യാപിച്ച ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തില്ലേ? എത്താം. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനത്തെ ഒരു മണ്ടത്തരം ട്രംപ് കാണിക്കാതിരിക്കട്ടെ. എങ്കിലും യുദ്ധം ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ ഒട്ടും നല്ലതല്ല ലോകത്തിന്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും. ആർക്കും നല്ലതല്ല. അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാനും അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിനും മാത്രമല്ല, ദ ഹോൾ വേൾഡിന് നല്ലതല്ല. വേൾഡ് ഇക്കോണമിക്ക് നല്ലതല്ല, ഹോൾ ഹ്യൂമാനിറ്റിക്ക് നല്ലതല്ല, മനുഷ്യരാശിക്ക് നല്ലതല്ല. അതുകൊണ്ട് യുദ്ധം എത്രയും വേഗം നിൽക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ താക്കോൽ ഇപ്പോഴും കയ്യിലിരിക്കുന്നത് ഇസ്രയേലിൻ്റെ ഇറാൻ്റെയും കയ്യിലല്ല, ട്രംപിൻ്റെ കയ്യിലാണ്. ട്രംപ് അതിന് നമ്മൾ സാധാരണ പറയില്ലേ, ലെറ്റ് ദി സാനിറ്റി പ്രിവെയിൽ എന്ന് പറയാറില്ലേ.
അതെ. അപ്പോൾ അതേപോലെ ഒരു മനുഷ്യന് ഒരു ബോധം ഉണ്ടാവണം, ട്രംപിനൊരു ബോധം ഉണ്ടാവണം ഇത് നിർത്താനായിട്ട്. അങ്ങനെയാണെങ്കിൽ ലോകത്തിന് നല്ലത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.